സോ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ മെഷർമെൻറ്റ് എന്താണ്, ഇവാലുവേഷൻ എന്താണ്, അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവണം. അതിനുശേഷം ഇതിൻ്റെ കമ്പാരിറ്റീവ് ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസറിലൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ എന്താണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവാലുവേഷൻ ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ദി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവാലുവേഷൻ. എ ടീച്ചർ ഷുഡ് കെയർഫുള്ളി ഇവാലുവേറ്റ് ഹിസ് സ്റ്റുഡൻസ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ദേ ക്യാൻ മേക്ക് പ്രോഗ്രസ്. സെൽഫ് ഇവാലുവേഷൻ ബൈ ബോത്ത് ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുട്ടികൾക്ക് സ്വയമേ ഇവാലുവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അധ്യാപകന് സ്വയമേ ഇവാലുവേറ്റ് ചെയ്യാനും കഴിയണം. എൻ്റെ ടീച്ചിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് എനിക്ക് സ്വയമേ മനസ്സിലാക്കാനും, ഞാൻ തരുന്ന ക്ലാസ്സുകൾ വഴി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയമേ മനസ്സിലാക്കാനും കഴിയണം. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ദർ ഈസ് ആൻ റിലേറ്റഡ്നെസ്സിനുണ്ട്. അത് 3 കാര്യങ്ങളെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവാലുവേഷനിൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവയാണ്. ഏതൊക്കെയാണ്? ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് 1, അത് എൻഡ് സംഭവം, അതായത് ഒരു ഞാനിപ്പോൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ എന്തുണ്ട് എന്നുള്ളതാണ് ടീച്ചിങ് ഒബ്ജക്റ്റീവിൽ വരുന്നത്. ലേണിംഗ് എക്സ്പീരിയൻസസ്, ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള മാർഗ്ഗങ്ങൾ, അതിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, അതിൻ്റെ മെത്തേഡുകൾ, അതിൻ്റെ ഫീൽഡ് വർക്കുകൾ, അതിൻ്റെ പ്രൊജക്റ്റുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മീൻസ് ആയിട്ട് എടുത്ത് പറയും. ആൻഡ് ഇവാലുവേഷൻ അവസാനമായിട്ട് നടക്കുന്നതാണ്. ഈ കാര്യങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ടീച്ചിങ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ കുട്ടികൾ നടന്നിട്ടുണ്ടോ എന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ഇവാലുവേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉൾപ്പെട്ട ഒന്നാണെന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എവിഡൻസ് ഓഫ് വാട്ട് ഈസ് തോട്ട് ആൻഡ് ലേൺഡ്. ഇവാലുവേഷൻ ഈസ് ദ പ്രോഗ്രസ് ഓഫ് ഡിറ്റർമിനിങ് എന്നുള്ളതാണ്. സോ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് പാർട്ട് മാത്രമല്ല, അതിൽ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സും ലേണിംഗ് എക്സ്പീരിയൻസസും ഇവാലുവേഷനും ഉൾപ്പെടുന്ന കാര്യത്തെ മൊത്തത്തിലുള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇവാലുവേഷൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മെഷർമെൻറ്റും വാല്യൂ ജഡ്ജ്മെൻറ്റുമാണ്. അതായത് നമ്മൾക്ക് മെഷർ ചെയ്ത് മുൻപ് പറഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ടോ എക്സാം നടത്തിയിട്ടോ മറ്റു മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് വാല്യൂ അടിസ്ഥാനത്തിൽ, നമ്പർ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തി കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെ, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതിൻ്റെ പർപ്പസ് എന്താണ്? ഇവാലുവേഷൻ്റെ പർപ്പസ് എന്താണ്? ടു ഫൈൻഡ് ഹൗ ദ പീപ്പിൾസ് ആർ പ്രോഗ്രസിങ് ടുവേർഡ്സ് കരിക്കുലർ ഗോൾസ്. അപ്പോൾ കരിക്കുലർ ഗോൾസ്, അതായത് അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങൾ, ചില ഇമ്പോർട്ടൻറ്റ് ഗോൾസുകളുണ്ട്. അത് ബ്ലൂംസ് ടാക്സോണമിയുടെ 3 ടൈപ്സ് ഓഫ് ഡൊമൈനുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗോൾസുകളെല്ലാം കുട്ടികളിൽ നടക്കുന്നുണ്ടോ, അത് പ്രോഗ്രസിങ് ആണോ, അത് അക്വയർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്താണ് ഇവാലുവേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. ടു ഇവാലുവേറ്റ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കരിക്കുലം ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾസ് ബൈ ദി ടീച്ചേഴ്സ്. അത് കരിക്കുലത്തിൻ്റെ ഇഫക്റ്റീവ്നെസ് നമുക്ക് അസസ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ മെത്തേഡുകളെ കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് നല്ല രീതിയിലേക്ക് ആക്കാനും അതേപോലെ തന്നെ മറ്റു പീപ്പിൾസിന് ആവശ്യമായിട്ടുള്ള ടീച്ചിങ് ആക്ടിവിറ്റീസുകളൊക്കെ ഉൾപ്പെടുത്താനും ഇവാലുവേഷനിലൂടെ സാധിക്കുന്നു എന്നതാണ്. ടു മേക്ക് പ്രൊവിഷൻ ഫോർ പീപ്പിൾസ് ടു ഡയഗ്നോസ് ദെയർ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത്, ടു പോയിൻ്റ് ഔട്ട് ഏരിയാസ് വേർ റെമഡിയൽ മെഷേഴ്സ് ആർ ടു ബി ടേക്കൺ. എന്തെങ്കിലും പോരായ്മകളോ കുട്ടികൾ പഠനത്തിലോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ ADHD പോലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള റെമഡികൾ യൂസ് ചെയ്യാനൊക്കെ ഇതിലൂടെ കഴിയുന്നു, ഇവാലുവേഷനിലൂടെ കഴിയുന്നു. ടു മോട്ടിവേറ്റ് പീപ്പിൾസ് ടു ബെറ്റർ അറ്റൈൻമെൻറ്റ് ആൻഡ് ഗ്രോത്ത്. അത്തരത്തിലുള്ള കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുപോകാനും കൂടി ഈ ഇവാലുവേഷൻ സാധിക്കുന്നു. അതായത് ചില കുട്ടികൾക്ക് ചില മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ടാവും. ആ പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിക്കാനുള്ള കൂടുതൽ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാനുള്ള ഒരു അറ്റൻഷൻ കൂടി അല്ലെങ്കിൽ അതിനുള്ള ഒരു മോട്ടിവേഷൻ കൂടി നമ്മൾ ഈ ഇവാലുവേഷനിലൂടെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ കുറേ പർപ്പസുകൾ ഈ ഇവാലുവേഷൻ്റെ ഭാഗത്തുണ്ട്. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക, മനസ്സിലാകാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൂടാതെ തന്നെ ഈ ഇവാലുവേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജനറലി ഇവാലുവേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. അതിലൊന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, 2 ലേണിംഗ് എക്സ്പീരിയൻസസ്, 3 ടൂൾസ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവാലുവേഷൻ നിൽക്കുന്നത്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ അനലൈസിസ് നടത്തും, ലേണിംഗ് എക്സ്പീരിയൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അനാലിസിസ് നടത്തും അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തും. ദെൻ ഈ ഇവാലുവേഷൻ ഉപയോഗിക്കുന്ന ടൂൾസുകളും ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവാലുവേഷൻ പ്രോസസ്സ് എന്നുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു കാര്യം നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന മൊത്തത്തിൽ കേരളത്തിലും ഇന്ത്യയിലും മൊത്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. നിങ്ങൾ പലപ്പോഴായിട്ട് അത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ടൂൾ കൂടിയാണ്.
കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക വഴി ആ ഇവാലുവേഷൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഔട്ടർ സ്പേസിൽ വരുന്ന ഒരു കാര്യമാണ്, മൊത്തത്തിലുള്ള ഒരു കാര്യത്തിൽ വരുന്നതാണ്. ആ മെഷർമെൻറ്റും അസസ്മെൻറ്റും ഉൾച്ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് ഇവാലുവേഷനിൽ മെഷർമെൻറ്റും അസസ്മെൻറ്റും ഉൾച്ചേർന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആണ്, തുടക്കത്തിലുള്ളതാണ്, സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്. അതിനുശേഷം വരുന്ന ഒന്നാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്ലാസ് റൂമിൽ വെച്ച് നടത്തുന്ന അസസ്മെൻറ്റുകളും പിന്നെ അതായത് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന അസസ്മെൻറ്റുകളൊക്കെയാണ് അതിൽ വരുന്നത്. അതിനും ശേഷം വരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഷർ ചെയ്യണം, ടെസ്റ്റുകളും എക്സാമുകളൊക്കെ നടത്തിയിട്ട് മെഷർ ചെയ്യണം. മെഷർ ചെയ്ത വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ അസസ്മെൻറ്റുകൾ നടത്തണം. ആ അസസ്മെൻറ്റിന് ശേഷമാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ആ ഇവാലുവേഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? അത് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങൾ, നോളജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അഫക്റ്റീവ് സംബന്ധമായിട്ടുള്ള, അതായത് ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടിവേഷൻസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് റെഗുലേഷൻസ്, സെൽഫ് ഡിപ്പെൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ അഫക്റ്റീവ്നെസ്സിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റിൽ വരുന്ന എന്താണ് സൈക്കോമോട്ടോർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, കൊണേറ്റീവ് എന്ന് പറയുന്നത്, അതും കൂടി ചേർന്ന് അങ്ങനെ ഓവറോൾ ആയിട്ടല്ല ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുക, കുട്ടികളുടെ ഓവറോൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതായത് പഠനം കഴിഞ്ഞ് ലൈഫിൽ അവർക്ക് ആ പഠനം യൂസ്ഫുൾ ആണോ എന്ന തരത്തിലേക്ക് അസസ്മെൻറ്റ് നടത്തുക. ഇങ്ങനെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്തിൽ വരുന്നുണ്ട്? ഇവാലുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഔട്ടർ സ്പേസിൽ അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഹോൾ ആയിട്ട്, കുട്ടിയുടെ ഹോൾ ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും അത് ആവർത്തിച്ച് വരുന്നു. ഇൻ എഡ്യൂക്കേഷൻ the term assessment refers to the wide variety of method or tools that teachers are used to evaluate എന്ന് പറയുന്നത്. ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വെറൈറ്റി മെത്തേഡ്സ് അല്ലെങ്കിൽ ടൂൾസിനെയാണ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഷർ ആൻഡ് ഡോക്യുമെൻറ്റ് ദ അക്കാദമിക് റെഡിനെസ്, ലേണിംഗ് പ്രോഗ്രസ്, സ്കിൽ അക്വസിഷൻ ഓർ എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. മെഷർമെൻറ്റ് ഓഫ് പേരൻറ്റ് വാല്യൂ ത്രൂ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് എ തിങ് ഓഫ് ആക്ഷൻ ഈസ് കോൾഡ് അസസ്മെൻറ്റ് എന്നുള്ളത്. അസസ്മെൻറ്റിൽ ഇതിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഈ അസസ്മെൻറ്റിൻ്റെ മേജർ ഫോംസുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. അതിൽ നോർമലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അസസ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്, മറ്റൊന്ന് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അസസ്മെൻറ്റിൽ മേജർ ഫോംസുകളായിട്ട് എടുത്ത് പറയുന്നത് ഹൈ സ്റ്റേക്സ് അസസ്മെൻ്റ് എന്നും, പ്രീ അസസ്മെൻ്റ് എന്നും, ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്നും, സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്നും, ഇൻ്ററിം അസസ്മെൻ്റ് എന്നും, പ്ലേസ്മെൻറ്റ് അസസ്മെൻ്റ് എന്നും, സ്ക്രീനിങ് അസസ്മെൻ്റ് എന്നുമാണ്. അപ്പോൾ സ്ക്രീനിങ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലതിൽ നിന്ന് ഒഴിവാക്കി കൂടുതൽ ക്രീമാക്കി എടുക്കുന്ന ഒരു സാധനത്തെ സ്ക്രീനിങ് അസസ്മെൻറ്റ്. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് പർപ്പസോടുകൂടി. ഇൻ്ററിം ഇടക്കാല അടിസ്ഥാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന അസസ്മെൻറ്റ് ഇൻ്ററിം. അതേപോലെ തന്നെ സമ്മേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഒരു കോഴ്സോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നടത്തുന്ന അസസ്മെൻറ്റ് സമ്മേറ്റീവും. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ വെച്ച് നടത്തുന്ന, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് നടത്തുന്ന അസസ്മെൻറ്റിനെയാണ് ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. ഈ മൊത്തത്തിലുള്ള അസസ്മെൻറ്റ് മുൻപ് നടത്തുന്ന അസസ്മെൻറ്റ്, അതായത് ടീച്ചർക്ക് നടത്താൻ പറ്റും, അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, മുൻകൂട്ടി കാണാൻ പറ്റും. അത്തരത്തിലുള്ള അസസ്മെൻറ്റാണ് പ്രീ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹൈ സ്റ്റേക്സ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അക്കാദമികപരമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, പിന്നെ ലേണിംഗ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻഫോം ഇൻസ്ട്രക്ഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ, ഈ ഇൻസ്ട്രക്ഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ ഒരു 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അസസ്മെൻറ്റാണെന്ന് പറയുന്നത് ഹൈ സ്റ്റേക്സ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ്, ലേണിംഗ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതേപോലെ തന്നെ ഇൻഫോം ഇൻസ്ട്രക്ഷണൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതിനെയാണ് ഹൈ സ്റ്റേക്സ് അസസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേജർ ഫോംസ് ഓഫ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ അസസ്മെൻറ്റ് ഭാഗത്തു നിന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു 3 ടേമുകൾ എന്ന് പറയുന്നത് 1 മെഷർമെൻറ്റ് എന്താണ്, 2 അസസ്മെൻറ്റ് എന്താണ്, 3 ഇവാലുവേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നതും അതിനുശേഷം വരുന്നതാണ് അസസ്മെൻറ്റ് എന്നുള്ളതും, അവസാനമായിട്ട് ഈ മെഷർമെൻറ്റും അസസ്മെൻറ്റും മൊത്തത്തിലുള്ള ഒന്നിനെയാണ് ഇവാലുവേഷൻ എന്നുള്ളതുമാണ്. അതായത് ഈ മെഷർമെൻറ്റും അസസ്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മെഷർമെൻറ്റിനും ഉപയോഗിക്കുന്ന മെത്തേഡുകളെയും അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫോർമേഷനും, അസസ്മെൻറ്റിന് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡുകളും അതിൻ്റെ ഇൻഫോർമേഷൻസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവാലുവേഷനിൽ അവസാനത്തിലേക്ക് പിന്നെ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവയെ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈസ് അസൈനിങ് നമ്പേഴ്സ് ടു റെപ്രസെൻറ്റ് ഹൗ മച്ച് ഓഫ് എ പർട്ടിക്കുലർ ക്വാളിറ്റി എ സ്റ്റുഡൻറ്റ് ഹാസ് ഡെമോൺസ്ട്രേറ്റഡ്. ഒരു കുട്ടികൾ എത്ര അളവിൽ ഒരു കാര്യം, നമ്മൾ എന്തൊരു കാര്യമാണ് അക്കാദമികപരമായിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് ടൈപ്സ്, അത് എത്ര ക്വാളിറ്റിയിൽ ആ വ്യക്തിയിലുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയിലുണ്ട് എന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനെയാണെന്ന് പറയുന്നത് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി എന്താണ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അസസ്മെൻറ്റ് ഈസ് ദ പ്രോഗ്രസ് ഓഫ് ഗ്യാതറിങ് ഇൻഫോർമേഷൻ അബൌട്ട് സ്റ്റുഡൻറ്റ് ലേണിംഗ് ആൻഡ് പെർഫോമൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൂളുകൾ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള ആ സാധനങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്ന ആ രീതിയാണെന്ന് പറയുന്നത് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ, ഈ ഗ്യാദർ ചെയ്ത ഇൻഫോർമേഷൻസിനെ ഇവാലുവേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഈ ഗ്യാദർ ചെയ്ത ഇൻഫോർമേഷൻസിനെ ഇവാലുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദാറ്റ് ഇൻഫോർമേഷൻ ആൻഡ് മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് വാട്ട് ഹാസ് ബീൻ ലേൺഡ് എന്നുള്ളതാണ്. അതായത് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, എന്നിട്ട് ജഡ്ജ്മെൻറ്റുകൾ നൽകുക. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? മെഷർമെൻറ്റിൻ്റെ ഡാറ്റ ഉപയോഗിക്കും. അസസ്മെൻറ്റിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്. ആ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ആ അസസ്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ആ മെഷർമെൻറ്റിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ മെഷർമെൻറ്റ് ഫസ്റ്റ് സ്റ്റേജാണ്. ആ മെഷർമെൻറ്റിൽ കിട്ടുന്ന ഇൻഫോർമേഷൻസാണ് ആ അസസ്മെൻറ്റിൽ ക്രോഡീകരിക്കുന്നത്. ആ ക്രോഡീകരിച്ച കാര്യം ഉപയോഗിച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക വഴി കുട്ടിക്ക് ഇന്ന സബ്ജക്റ്റിൽ അഗ്രഗണ്യനാണ്, അല്ലെങ്കിൽ ഇന്ന മേഖലയിലേക്ക് പോകാൻ കുട്ടിക്ക് പറ്റും, അതേപോലെ തന്നെ ഇന്ന സബ്ജക്റ്റിൽ അവർ വീക്കാണ്, ഇന്ന സബ്ജക്റ്റിൽ കൂടുതൽ കൺസൻട്രേഷൻ കൊടുക്കണം, കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, കൂടുതൽ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടണം, കൂടുതൽ പഠനം ആ കുട്ടികൾ നടക്കണം, ഇന്ന മേഖലയിൽ ആ കുട്ടിക്ക് പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെയാണെന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, ഒരു ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ടേംസ് കൺക്ലൂഷൻ ബേസിൽ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വെറും ഫസ്റ്റ് ഏരിയ മാത്രമാണ്, മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളത്. ആ മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷനോട് കൂടി തന്നെ നമ്മൾ എന്താണ് അസസ്മെൻറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ അസസ്മെൻറ്റും ഇവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഒരു 10 പോയിന്റ്സുകൾ എടുത്ത് പറയുന്നുണ്ട്. എന്താണ് അസസ്മെൻറ്റ്, എന്താണ് ഇവാലുവേഷൻ, അതുകൂടാതെ തന്നെ എന്താണ് മെഷർമെൻറ്റ്, എന്താണ് ഇവാലുവേഷൻ എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിഫറൻസ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അവസാനമായിട്ട് ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് അവസാനമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്ന കാര്യം.